ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. പ്രവാസികളുടെ ദേശീയ ഭക്ഷണം എന്നറിയപ്പെടുന്ന കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. കുബൂസ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ചൂടും പാടില്ല, എന്നാൽ തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല. ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മൾ നേരത്തെ ആക്റ്റീവായ ഈസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഡ്രൈ ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തരിതരിയായിട്ടായിരിക്കും, ഡ്രൈ ഈസ്റ്റ് ചെറിയൊരു ബൗൾ പോലത്തെ ചെറുതായിട്ടുള്ളതായിരിക്കും. ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15-20 മിനിറ്റോളം ആക്റ്റീവ് ആവാൻ വെക്കേണ്ടി വരും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ മൈദ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയോ അല്ലെങ്കിൽ ഒരു റാപ്പർ വെച്ചോ അത് നന്നായിട്ട് മൂടിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മൈദയുടെ മാവ് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നേരത്തെ കുഴച്ച പോലെ അധികമായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാൻ അത് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ, വരകളോ ഒന്നും വരാതിരിക്കാൻ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് ഞാൻ ഇങ്ങനെ ഉരുളാക്കുന്നത്. ഇതൊരു ഈസി ടിപ്സാണ്, ഞാൻ ഇങ്ങനെയാണ് ഉരുളാക്കാറുള്ളത്. അങ്ങനെ ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കത് പരത്തിയെടുക്കാം. കുറച്ച് മൈദയുടെ തന്നെ പൊടി ചേർത്തിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. നല്ല കട്ടിയും വേണ്ട, എന്നാലേറ്റ് പത്തിരി പോലെ നൈസാകാനും പാടില്ല. കുബൂസിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ, ആ ഒരു കട്ടി നമുക്കറിയാമല്ലോ. ഇതിൽ കാണുന്ന ഈ ഒരു കട്ടിയാണ് വേണ്ടത്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലില്ല. എന്നിട്ട് നമ്മുടെ കുബൂസ് ഇട്ട് കൊടുത്ത് ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മറിച്ചിട്ട ഭാഗത്ത് ചെറിയ കുമ്പളകൾ പോലെ വരുമ്പോൾ നമുക്കത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് പൊന്തി വന്നാലേ നമ്മുടെ കുബൂസ് റെഡിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അഥവാ പരത്തുമ്പോൾ ഷേപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ, ആ റൗണ്ടുള്ള പാത്രവും വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. കറക്റ്റ് ഷേപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും കടയിൽ നിന്നൊന്നും വാങ്ങണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.